ഗായ്സ്, അപ്പോൾ ഇന്ന് 4th ഡേ, ദ ലാസ്റ്റ് ഡേ ഓഫ് അവർ ബാലി ട്രിപ്പാണ്. അപ്പോൾ ഇതാ ഇന്ന് ലാസ്റ്റ് ഡേയും പിന്നെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നതും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇന്നൊരു വീഡിയോ ഉണ്ടാക്കിയേക്കണത്, ഇപ്പോൾ വ്ളോഗ്. അപ്പോൾ ഇതാ ഇന്നത്തെ പോലെ യൂഷ്വലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ ഐറ്റംസ് ഉണ്ട്, നമുക്ക് ആകെ ബ്രെഡേ പറ്റിയിട്ടുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഇവരെ കുറ്റം പറയുകയും ഞാൻ അങ്ങനെയൊന്നും ഞാൻ ആളല്ല. പക്ഷെ ഓരോ നാട്ടിൽ നിന്ന് ഓരോ ഫുഡാണല്ലേ, അപ്പോൾ നമ്മളതൊക്കെ എക്സ്പ്ലോർ ചെയ്തേ പറ്റുള്ളൂ നമ്മൾ ഓരോ യാത്രയ്ക്ക് പോകുമ്പോൾ. അപ്പോൾ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. നമുക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് പേഴ്സണലി ഇത് പറ്റണില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പറ്റണ ടൈപ്പ് ബ്രെഡും അതൊക്കെ നമ്മൾ കഴിച്ച് നമ്മൾ വയറ് നിറയ്ക്കുന്നുണ്ട്, അതൊക്കെ തന്നെ ധാരാളം. അപ്പോൾ ഇത് നമ്മൾ യാത്ര ഇന്ന് പോണ സ്ഥലത്ത് പോണ വഴിക്ക് കണ്ടൊരു കാറാണ് കേട്ടോ. പഴയ മോഡൽ അംബാസഡറൊക്കെ പോലെ തോന്നി, നല്ല രസമുണ്ടായിരുന്നു കാണാൻ അല്ലേ. നല്ലൊരു പഴയ മോഡൽ കാറ്, ട്രഡീഷണൽ അങ്ങനെ എന്തൊക്കെയോ ടൈപ്പ് ചെയ്ത പോലെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് വാട്ടർ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ അവിടെ ഒരു ബീച്ചിലേക്ക് പോയപ്പോൾ കണ്ട ഗണപതിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് നമ്മളൊരു ബീച്ചിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ എത്തിയേക്കണേ. ആർദ്രക്കുട്ടി ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ. ആർദ്രക്കുട്ടി ഇന്നത്തേക്ക് കുറച്ച് ഉഷാറായിട്ടുണ്ട് കേട്ടോ. അവൾ ഇന്നത്തേക്ക് വലിയ കുഴപ്പമില്ല. ഇനി നാളെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. തിരിച്ച് നമ്മൾ നാളെ പോവേ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബീച്ചിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ കുറേ ആൾക്കാർ, ഒരു ഗൈഡ് പോലെ ഉണ്ടാവും. ആ ഗൈഡ് നമുക്കൊരു ഇത് തരും, ഒരു ഷീറ്റ്. അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് ആളപ്പോൾ നമുക്ക് പറഞ്ഞു തരികയാണ് കേട്ടോ. എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, എത്രയാ റേറ്റ്, അതൊക്കെ പറഞ്ഞു തരികയാണ്. അപ്പോൾ ആൾ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഇന്നതാണ് പിന്നെന്താ ഇതിന് ഇന്ന റേറ്റാണ്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പോൾ അത് ആർദ്രക്കുട്ടിയും കുട്ടനും കൂടി പാരാസെയിലിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാരാസെയിലിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബോട്ടിൽ ഇവരെയും കൊണ്ട് ആദ്യം ഇങ്ങനെ ബീച്ചിൽ പോവും. അപ്പോൾ ഏകദേശം ഒരു നടുക്കെത്തണ്ട, കുറച്ച് പോയിട്ട് അവിടുന്ന് ഇവരിങ്ങനെ പാരാസെയിലിംഗ് പോലെ പാരച്യൂട്ടിൻ്റെ ഒക്കെ ഒരു മോഡൽ അവിടെ നിന്ന് ഇങ്ങനെ അവർ പറന്നു പോകും കേട്ടോ. അതാണ് ഈ പാരാസെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആർദ്രക്കുട്ടിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം. പിന്നെ ആർദ്രക്കുട്ടി പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ പോവാം, ഏട്ടൻ്റെ കൂടെ പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അപ്പോൾ ഇതെടുത്താൽ ഈ ഒരു ബനാനയിൽ ഇരുന്ന് പോണത് ഒരു ഇതുണ്ട്, അത് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പം നമ്മൾ ഇതന്നെ എടുത്തു. ഞങ്ങളൊക്കെ പിന്നെ വെള്ളം നനയുമെന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ വാട്ടറിൻ്റെ ഇതൊന്നും ചെയ്തില്ല കേട്ടോ. കാരണം ഇവരെ എക്സ്ട്രാ ഡ്രസ്സ് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മളതൊന്നും ചെയ്തില്ല. ഇവർ രണ്ടുപേരും ചെയ്തു. അപ്പോൾ ആർദ്രക്കുട്ടി ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവളുടെ ഒരു കുഞ്ഞ് ഷോർട്ട്സ് ഉടുപ്പായതുകൊണ്ട് അവൾ വിചാരിച്ചു കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പാരാസെയിലിംഗ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബോട്ടിൽ കുറച്ച് ദൂരം കൊണ്ടുപോകും. അങ്ങനെ 2 പേര് വെച്ചിട്ട്. അപ്പോൾ കുറേ തരം പാരാസെയിലിംഗ് ഉണ്ട് കേട്ടോ. സിംഗിളായിട്ട് പറ്റും, ഡബിളായിട്ട് പറ്റും. അപ്പോൾ ഇവൾക്ക് ഒറ്റയ്ക്ക് പേടിയാണ്ട് ഇവർ ഡബിളാണ് എടുത്തത്. അപ്പോൾ അവനും അനിയനും അവളും ആർദ്രക്കുട്ടിയും കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാരാസെയിലിങ്ങിൽ 2 പേർക്ക് ഒരുമിച്ച് പോവാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇപ്പോൾ അടുത്തത് ഇടുന്ന അതിൻ്റെ വീഡിയോ ആണേ. അപ്പോൾ ഇതാ കണ്ടോളൂ, ഇതാണ് പാരാസെയിലിംഗ് കേട്ടോ. അപ്പോൾ ഇത് അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല, കാരണം ഞാൻ എൻ്റെ ഫോണല്ല, അതായത് അവർ കുറേ ദൂരം പോകുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഫോൺ കൊടുത്തില്ലായിരുന്നു. അപ്പോൾ ഇത് അവൻ്റെ ഫോണിലെങ്ങാണ്ട് എടുത്തതാണ്. അപ്പോൾ അത്ര ക്ലിയർ അല്ല. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് പാരാസെയിലിംഗ് ചെയ്യുക. അവരൊരു ദൂരത്തേക്ക് ഇങ്ങനെ പോകട്ടോ. നല്ല രസമായിരുന്നു. ആർദ്രക്കുട്ടിക്കും അവനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും അവർക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇതാണ് പാരാസെയിലിംഗ് കേട്ടോ. ഇങ്ങനെ ദൂരത്തേക്ക് പോയിട്ട് പിന്നെ അവർ അതേപോലെ തന്നെ തിരിച്ചു വരും ചെയ്യും. അങ്ങനെ ഒരു സ്പോർട്ട് ആക്ടിവിറ്റിയാണ് ഇത് കൂടാതെ കുറേ ഉണ്ട് കേട്ടോ അവിടെ. ഈ ഫിഷ് ബോട്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എനിക്ക് മുഴുവൻ പേരൊന്നും ഓർമ്മയില്ല, കാരണം ഞാനതൊക്കെ കഴിഞ്ഞിട്ടാണ് വോയിസ് ഓവർ ചെയ്യണേ കേട്ടോ, അതുകൊണ്ടാണ്. സോ അവരിതാ പോയ പോലെ തന്നെ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ പോയ അതേ കണക്ക് തന്നെ ഇങ്ങനെ തിരിച്ചു വരും. അപ്പോൾ ഇങ്ങനെയാണ് പാരാസെയിലിംഗ് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ കുറേ നമുക്ക് അക്സസറീസൊക്കെ ഇങ്ങനെ കണ്ടു കേട്ടോ. ഓർണമെൻറ്റ്സ് പോലത്തെയൊക്കെ കുറേ ടൈപ്പ് വെറൈറ്റി ഓഫ് മാല, വള, പിന്നെ ഇതാ ഇങ്ങനത്തെ കുറേ ആമ, പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അത് നല്ല രസം തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്താണ് കേട്ടോ ഒരു വീഡിയോ. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ ഇനി ഒരു ബനാന ബോട്ട്, ഒരു സഫാരി പോലെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ഇതാണ് വേറെ കുറേ ആക്ടിവിറ്റീസാണ് കേട്ടോ. എന്താ പറയുക, ബീച്ചിൽ കൂടെ ബൈക്ക് ഓടിക്കുക, പിന്നെ ഇതാണ് പാരാസെയിലിംഗ്. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ വെച്ച് ദൂരെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ആക്ടിവിറ്റി ഞാൻ പറഞ്ഞ പോലെ ഇവരടുത്ത് ചെയ്യാൻ പോകുന്നത് ബനാന സഫാരിയാണ്. അതായത് ബനാന ഷേപ്പ് മോഡൽ ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇത് വേറെ ആൾക്കാർ വരുന്നത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണേ. ഇങ്ങനെയാണ് ഈ ഒരു സഫാരി വരുന്നത്. ഇതും നല്ല രസമാണ്. അപ്പോൾ ഇതും ആർദ്രക്കുട്ടി അവനൊക്കെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിലും ഇവർ കയറി.
ഇതും അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കേട്ടോ പറഞ്ഞത്. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇട്ടില്ല, അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഭയങ്കര ബോറായിട്ട് നിങ്ങൾക്കും തോന്നും, ബോറടിക്കും ചിലപ്പോൾ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്പീഡ് കൂട്ടി ഇട്ടതാണേ. അപ്പോൾ അത് ഇതും നല്ല വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ്. സോ നെക്സ്റ്റ് നമ്മൾ പോയത് ഉളുവാത്തു ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഇത് ബാലിയിൽ തന്നെയുള്ള ഒരു ടെമ്പിളാണ്. അപ്പോൾ ഇത് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്ന 70 മീറ്റർ ഉയരമുള്ള പാറയുടെ അരികിൽ കടലിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു ആകൃതിയിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കുറേയധികം കുരങ്ങന്മാരുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ സാധനങ്ങൾ നമ്മൾ തന്നെ നല്ലപോലെ സൂക്ഷിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അവർ നമ്മുടെ കയ്യിൽ നിന്ന് തട്ടി പറിച്ചു കൊണ്ടുപോകും. പിന്നെ അവരെ നമുക്ക് വേണമെങ്കിൽ ജ്യൂസോ ബിസ്ക്കറ്റോ ഒക്കെ കൊടുത്ത് അവരെ മയക്കിയത് വാങ്ങാം, പക്ഷെ അതെല്ലാവർക്കും പറ്റണമെന്നില്ല. അതുകൊണ്ട് നമ്മളിവിടെ എത്തുമ്പോൾ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചേ പറ്റൂ കേട്ടോ. നല്ലൊരു ടെമ്പിളായിരുന്നു, അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ പോയത് ഒരു മാർക്കറ്റിലാണ്, കൃഷ്ണ മാർക്കറ്റ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നാട്ടിലേക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നല്ല വിലക്കുറവിലും നമ്മുടെ ഹോൾസെയിലായിട്ടൊക്കെ കിട്ടുന്ന ഓരോ, ഇപ്പോൾ ഡൽഹിയിലൊക്കെ കാണില്ലേ സരോജ മാർക്കറ്റ്, അങ്ങനെയൊക്കെ അതുപോലത്തെ ഒരു മാർക്കറ്റാണ് ഇവിടെ. പക്ഷെ ഇത് റോഡ് സൈഡിലല്ല, ഒരു ഹാളിൻ്റെ ഉള്ളിലാണ് മാത്രം. നെക്സ്റ്റ് നമ്മൾ രാത്രിയായി. അപ്പോൾ നമ്മൾ ജസ്റ്റ് നടക്കാനൊക്കെ ഇറങ്ങി, ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇറങ്ങിട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, നല്ലൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പിറ്റേ ദിവസം രാവിലെയായി. ഇത് ലാസ്റ്റ് ഡേ എന്ന് പറയാൻ പറ്റില്ല, ഇത് നമ്മൾ റിട്ടേണിങ് ഡേ ആണ്. നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോണ വീഡിയോ ആണിത്. അപ്പോൾ നമ്മളിതാ എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങി, റൂമും വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എല്ലാവർക്കും അറിയാലോ നമ്മുടെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ പുറത്തേക്ക് പോകാൻ, കാരണം ലിഫ്റ്റ് അവിടെയായിരുന്നു. അപ്പോൾ ബാഗും എല്ലാം പാക്ക് ചെയ്ത് ആ ഒരു ബ്രൗൺ ബാഗിൽ നമ്മൾ നാട്ടിലേക്ക് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ്. അധികമൊന്നും വാങ്ങാൻ പറ്റില്ല കേട്ടോ, കാരണം എന്താ വെച്ചാൽ ഒരാൾക്ക് 7 കിലോയെ പാടുള്ളൂ സാധനങ്ങൾ. അപ്പോൾ അതിൽ കൂടുതലായാൽ നമ്മൾ എക്സ്ട്രാ ഫൈൻ കൊടുക്കേണ്ടി വരും. അത് 6500 രൂപയോളം നമ്മൾ ഫൈൻ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് കുറച്ചേ എടുത്തുള്ളൂ സാധനങ്ങൾ, അധികമൊന്നും എടുത്തില്ല, അത്യാവശ്യമുള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മളിനി റൂം വെക്കേറ്റ് ചെയ്തു. അപ്പോൾ ഇതാ ഈ റിസപ്ഷനിസ്റ്റ് ചേച്ചി നമ്മുടെ അടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞു, നമ്മളും ടാറ്റയൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോവുകയാണ്. എയർപോർട്ട്. അപ്പോൾ ഇവർ തന്നെ ഈ ഹോട്ടൽ ഗ്രാൻഡ് സുരി എന്നാണ് ഹോട്ടലിൻ്റെ നെയിം. അപ്പോൾ ഇവർ തന്നെ നമുക്ക് എയർപോർട്ടിലേക്ക് പോകാനുള്ള വണ്ടിയും ഡ്രൈവറൊക്കെ ഇവർ തന്നെ ഏർപ്പാടാക്കി കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് ബാലി എയർപോർട്ട്. അപ്പോൾ ഞാൻ ബാലി എയർപോർട്ട് നിങ്ങൾക്ക് അങ്ങനെ കാണിച്ച് തന്നിട്ടില്ല, ബാലി എയർപോർട്ട്, മലേഷ്യ എയർപോർട്ടൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ. കാരണം ഭയങ്കര ടയേർഡായിരുന്നു നമ്മൾ. ഒന്നാമത്തെ രാത്രി യാത്രയായിരുന്നു, പിന്നെ മാത്രമല്ല കുറേ നേരം പ്ലെയിനിൽ ഇരിക്കണോണ്ട് നമ്മൾ ഭയങ്കര ടയേർഡായതുകൊണ്ട് അതൊന്നും ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ബാലി എയർപോർട്ട്. അപ്പോൾ നല്ല എയർപോർട്ടാണ്. പക്ഷേ ഏറ്റവും അടിപൊളി എയർപോർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് മലേഷ്യ എയർപോർട്ടാണ്. അടിപൊളിയായിരുന്നു കേട്ടോ മലേഷ്യ എയർപോർട്ട്. നല്ലൊരു മോളൊക്കെ പോലെയായിരുന്നു. ലുലു മോളിനേക്കാളും വലുത് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ഇത് ബാലി എയർപോർട്ടാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇത് അവിടുത്തെ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്സാണ്, എല്ലാം ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഇമിഗ്രേഷൻ, പാസ്പോർട്ട് ചെക്കിങ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് പാസ്പോർട്ടിൻ്റെ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ്. പക്ഷെ ഇങ്ങോട്ട് വരണം അത്ര ക്യൂ ഉണ്ടായിരുന്നില്ല അങ്ങോട്ട് പോകുമ്പോൾ. ഇങ്ങോട്ട് വരുമ്പോൾ കൊച്ചിയിലും മലേഷ്യയിലും ബാലിയിലൊക്കെ കുറേ ക്യൂ ആയിരുന്നു. ഈ പ്രാവശ്യം വലിയ തിരക്കൊന്നുമില്ല, എന്നാലും ക്യൂ ഉണ്ട്. ഇതൊക്കെ പലതരം മനുഷ്യരാണ്, ഇതൊക്കെ എവിടുത്തെവരാന്നൊന്നും അറിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ എനിക്ക് ഇവരൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എല്ലാവർക്കും വേറൊരു സ്റ്റൈൽ ഓഫ് ലുക്കിംഗ് ആണ്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്താണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പാവക്കുട്ടിയെ പോലെ ഒരു കുഞ്ഞു പാവേനെ കണ്ടു കേട്ടോ. ശരിക്കൊരു കുഞ്ഞ് ഡോള് കണക്കിരിക്കും, നമുക്ക് കുട്ടിക്കാലത്തൊക്കെ കളിക്കാൻ തരത്തില്ലേ ഡോള്, അതേപോലെ ഉണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവരുടെയൊക്കെ മുടി കണ്ടില്ലേ, നമ്മുടെയൊക്കെ കറുത്ത ഹെയർ ആണല്ലേ, ഇവരൊക്കെ ജനിക്കുമ്പോഴേ ഇങ്ങനത്തെ ഒരു ലൈറ്റ് ബ്രൗൺ അല്ലെങ്കിൽ ഒരു വൈറ്റിഷ് കളർ ഹെയർ ആണ്. അത് അവരുടെ ഒരു ജീനിൻ്റെ ഒക്കെ ഒരു ഇതായിരിക്കാം അല്ലേ. അപ്പോൾ എനിക്ക് കുഞ്ഞുവാവനെ ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ടായി എൻ്റെ ഓരോ നാട്യങ്ങളൊക്കെ കാണാൻ. അപ്പം ഞാൻ ചുമ്മാ എടുത്തതാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ. എന്തായാലും അതിനെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ അതിൻ്റെ ചേട്ടനാന്ന് തോന്നുന്നു അതിനെ കളിപ്പിക്കണത്. അപ്പോൾ തൊട്ടടുത്ത് വേറെയുണ്ട് കുഞ്ഞുവാവകൾ. ഒരു കുഞ്ഞിരിക്കുന്നു, അതിൻ്റെ ഇപ്പുറത്തെ കുഞ്ഞ്, അങ്ങനെ 3 പേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കുട്ടിയുടെ ചായ നോക്കൂ നിങ്ങൾ, കണ്ടോ
വേറെ തന്നെ ഒരു ചായ അല്ല, എന്തൊരു രസം, എന്തൊരു ക്യൂട്ടാണ്. നമ്മൾ ടി വിയിലൊക്കെ ഇങ്ങനത്തെ ഒരു ചായയുള്ള കൊച്ചുങ്ങളെയൊക്കെ കണ്ടിട്ടുള്ളൂ അല്ലേ, നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസം തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഫാമിലി ഉണ്ട് ബാക്കിൽ, പിന്നെ അവർക്കൊക്കെ അതെ എല്ലാവർക്കും ഡിഫറെൻറ്റ് വേ ഓഫ് ലുക്കിംഗ് ആണ്. ഭയങ്കര കൗതുകം തോന്നി അല്ലേ, നമ്മുടെ ഒരു ഇന്ത്യക്കാരുടെ ഒരു ടച്ച് പോലും ഇല്ല അവർക്ക്, എല്ലാം വേറെ വേറെ കൺട്രീസിൽ നിന്ന് വരുന്നവരായിരിക്കും. അപ്പോൾ അത് ആർദ്രക്കുട്ടിക്ക് തീരെ വയ്യാണ്ട് അവൾ ഇരുന്ന് റെസ്റ്റ് ചെയ്യാണ് കേട്ടോ, അവൾക്ക് തീരെ വയ്യാണ്ടായി. സോ ഫൈനലി നമ്മളിതാ മലേഷ്യ എയർപോർട്ടിൽ എത്തിയിട്ടാണ്. ഇത് മലേഷ്യ എയർപോർട്ടാണെന്ന് തോന്നുന്നു. അതെ, ഏറ്റവും ബിഗ്ഗസ്റ്റ് എയർപോർട്ടായിട്ടാണ് എനിക്ക് മലേഷ്യ എയർപോർട്ട് തോന്നിയത്. സൂപ്പറായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ബാക്കി ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ ഫ്ലൈറ്റിൽ പ്ലെയിനിൽ കയറാൻ പോവാണ്. ഇതാണ് പ്ലെയിൻ. ഈ ഒരു പ്ലെയിൻ സൂപ്പറായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അവർ നന്നായിട്ട് കുട്ടികളെയൊക്കെ ആകർഷിക്കുന്ന രീതിയിൽ കുറേ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് പ്ലെയിനിൻ്റെ മുകളിൽ. അപ്പം നമ്മുടെ ഫ്ലൈറ്റ് എയർ ഏഷ്യ ഫ്ലൈറ്റാണ് കേട്ടോ. അപ്പം നമ്മളിതാ ഫ്ലൈറ്റ് പോവാണ്. അപ്പോൾ ഇനി ഫ്ലൈറ്റിലെത്തി നമ്മളിതാ ഇനി ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഏറ്റവും അടിപൊളി ടേക്ക് ഓഫാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം ഭയങ്കര സ്പീഡിൽ ആദ്യം പോയിട്ട് ഒരൊറ്റ പൊങ്ങലാണ് ഈ ഫ്ലൈറ്റ്, ഒറ്റ പൊങ്ങലാണ് ഈ പ്ലെയിൻ വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് നല്ല രസമായിരുന്നു ശരിക്കും. നമുക്ക് ഈ വണ്ടർലയിലൊക്കെ പോയിട്ട് നമ്മൾ ഓരോ ഇതിൽ കയറില്ലേ, ഈ സ്പ്ലാഷ് എന്നൊക്കെ പറയണതിൽ കയറില്ലേ, അപ്പോൾ അതേ കണക്കാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എൻ്റെ അനിയനാണ് വിൻഡോ സീറ്റിലിരുന്നത്. അവൻ വിൻഡോ സീറ്റിലിരുന്ന് പൂരെ ഉറക്കമാണ് കേട്ടോ, നല്ല ഉറക്കമാണ്. അവൻ അറിഞ്ഞതുപോലും ഇല്ല ഫ്ലൈറ്റ് എടുത്തു വന്നു. അപ്പം അവനറിയാതെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു, എന്നെ വിൻഡോ സീറ്റിൽ ഇരുത്താമെന്ന് പറഞ്ഞാൽ അവന് ഇരുത്തിയില്ല, അവൻ ഇരുന്നിട്ട് ഉറങ്ങുകയും ചെയ്തു. അങ്ങനെ ഒരു ഇതായിപ്പോയി കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇപ്പം ഇനി രാത്രിയാണ്. ഇത് രാത്രിയിലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇത് നല്ല രസമല്ലേ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. രാത്രി എന്തൊരു ലൈറ്റ്സും ഇതുവാണെന്നറിയോ, സൂപ്പറായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ ഇനി കാണാൻ പോകുന്നത് മേഘമാണ്, മേഘം. അപ്പോൾ മേഘത്തിൻ്റെ ഉള്ളിലുള്ള ക്ലൗഡ്സ് ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. കണ്ടോ എന്തൊരു അടിപൊളി, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. നല്ല രസമായിരുന്നു ഇങ്ങനെ മേഘം ഇങ്ങനെ വന്ന് നിൽക്കണ കാണാൻ. ഓക്കെ ഗായ്സ്, അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ നാട്ടിൽ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ടയേർഡാണ്. ഇന്നത്തെ എൻ്റെ അങ്ങനെ ഇതോടുകൂടി ബാലി വ്ലോഗ് അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തോടുകൂടി എൻ്റെ ബാലി സീരീസ് ഓവറായിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ദിസ് ഈസ് ആര്യ താമരപ്പള്ളീസ് വ്ലോഗ്. ബൈ, ഗുഡ് നൈറ്റ് ഓൾ.